ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും US-ന്റെയും മധ്യസ്ഥതയിൽ നടന്ന ഈ കൂടിക്കാഴ്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നു. വാർത്തയുടെ പ്രധാന വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഇസ്രായേൽ ലെബനനിൽ അധിനിവേശം നടത്തിയതിനു ശേഷം 4 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടക്കുന്നത്. ലെബനൻ അതിർത്തിയിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ താൽക്കാലിക ആസ്ഥാനമായ നഖുരയിൽ വെച്ചാണ് ചർച്ചകൾ നടന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിലെ എണ്ണ, പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കൈവശം വെച്ചേക്കാവുന്ന കടൽ തീര അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുകയാണ് ഈ ചർച്ചകളുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിൽ പങ്കെടുത്തത് ഇസ്രായേലിൽ നിന്ന് ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പങ്കെടുത്തത്. ഒപ്പം ലെബനനിൽ നിന്നും കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, UN നയതന്ത്രജ്ഞർ എന്നിവർ ഉൾപ്പെട്ട പ്രതിനിധി സംഘമാണ് പങ്കെടുത്തത്. ഈ ചർച്ചകൾ വിജയകരമാവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും എണ്ണവാതക നിക്ഷേപം പ്രയോജനപ്പെടുത്താനും സാമ്പത്തികമായി മുന്നോട്ടു പോകാനും സാധിക്കും.